നമസ്കാരം. 2026 കേരള നിയമസഭാ തെരഞ്ഞെടുപ്പിലെ ഏറ്റവും ശ്രദ്ധേയമായ മണ്ഡലങ്ങളിലൊന്നായ ധർമ്മടത്തിന്റെ സമഗ്രമായ വിശകലനത്തിലേക്ക് സ്വാഗതം. 2008 രൂപീകൃതമായതു മുതൽ CPIM-ന്റെ ഉറത്ത കോട്ടയായി നിലകൊള്ളുന്ന ഈ മണ്ഡലം നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയന്റെ സ്വന്തം തട്ടകം കൂടിയാണ്. സംസ്ഥാന സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും സാമ്പത്തിക പ്രതിസന്ധിയും തമ്മിലുള്ള വലിയൊരു രാഷ്ട്രീയ പോരാട്ടത്തിനാകും ധർമ്മടം ഇത്തവണ സാക്ഷ്യം വഹിക്കുക. ഈ വിശകലനത്തിൽ നമ്മൾ മണ്ഡലത്തിന്റെ ഭൂമിശാസ്ത്രപരവും ജനസംഖ്യാപരവുമായ പ്രത്യേകതകൾ, മുൻകാല തിരഞ്ഞെടുപ്പ് ചരിത്രം, പ്രധാന സ്ഥാനാർത്ഥികൾ, അതുപോലെ തന്നെ 2026 തിരഞ്ഞെടുപ്പിൽ വിജയസാധ്യത ആർക്കാണ് എന്നതെല്ലാം വിശദമായി പരിശോധിക്കുന്നതാണ്. കണ്ണൂർ ജില്ലയിലെ മലബാർ മേഖലയിലാണ് ധർമ്മടം മണ്ഡലം സ്ഥിതി ചെയ്യുന്നത്. ചരിത്രപരമായി മദ്രാസ് പ്രസിഡൻസിയുടെ ഭാഗമായിരുന്ന ഈ പ്രദേശത്തിന് മധ്യകേരളത്തിൽ നിന്നോ തെക്കൻ കേരളത്തിൽ നിന്നോ വ്യത്യസ്തമായ ഒരു രാഷ്ട്രീയ സംസ്കാരമുണ്ട്. ധർമ്മടം ടൗൺ പോലെയുള്ള നഗരപ്രദേശങ്ങളും ചുറ്റുമുള്ള ഗ്രാമീണ പഞ്ചായത്തുകളും ചേർന്നതാണ് ഈ മണ്ഡലം. ജനസംഖ്യാപരമായി നോക്കുമ്പം ഹിന്ദു ഭൂരിപക്ഷമുള്ള ഇവിടെ മുസ്ലിം, ക്രിസ്ത്യൻ ന്യൂനപക്ഷങ്ങൾക്കും നിർണായക സ്വാധീനമുണ്ട്. പ്രത്യേകിച്ച് ഇടതുപക്ഷത്തിന്റെ പ്രധാന വോട്ട് ബാങ്കായ ഈഴവ സമുദായത്തിന്റെ സാന്നിധ്യം ഇവിടെ വളരെ വലുതാണ്. ഒപ്പം ഗൾഫ് പ്രവാസികളുടെ സ്വാധീനവും പ്രാദേശിക രാഷ്ട്രീയത്തിലൊരു പ്രധാന ഘടകമാണ്. ഇതൊരു സംവരണ മണ്ഡലമല്ല എന്നതും ശ്രദ്ധേയമാണ്. 2008 മണ്ഡലം രൂപീകരിച്ചതു മുതൽ ധർമ്മടം CPM-നൊപ്പമാണ് നിന്നിട്ടുള്ളത്. 2011 ആദ്യ തിരഞ്ഞെടുപ്പിൽ കെ നാരായണൻ 11% ഭൂരിപക്ഷത്തിലാണ് ഇവിടെ വിജയിച്ചത്. എന്നാൽ 2016 പിണറായി വിജയൻ മത്സരിക്കാനെത്തിയതോടെ ഈ ഭൂരിപക്ഷം 24% ഉയർന്നു. 2021 മുഖ്യമന്ത്രി എന്ന നിലയിലുള്ള അദ്ദേഹത്തിന്റെ ജനപ്രീതി ഈ ഭൂരിപക്ഷം 31%-ലധികമാക്കി മാറ്റി. ഈ 3 തിരഞ്ഞെടുപ്പുകളിലും കോൺഗ്രസ് വോട്ട് ശതമാനം കുറഞ്ഞു വരുന്നതും എന്നാൽ BJP തങ്ങളുടെ വോട്ട് ശതമാനം പതുക്കെയാണെങ്കിലും വർദ്ധിപ്പിക്കുന്നതും നമുക്ക് കാണാൻ സാധിക്കും. NBC ഈ എല്ലാ തിരഞ്ഞെടുപ്പുകളിലും 83%-ലധികം വരുന്ന ഉയർന്ന പോളിംഗ് ശതമാനം ഈ മണ്ഡലത്തിലെ ജനങ്ങളുടെ ശക്തമായ രാഷ്ട്രീയ ഇടപെടലിനെയാണ് സൂചിപ്പിക്കുന്നത്. 2026 പോരാട്ടത്തിൽ 3 പ്രധാന സ്ഥാനാർത്ഥികളാണ് ധർമ്മടത്ത് ജനവിധി തേടുന്നത്. LDF-നെ പ്രതിനിധീകരിച്ച് നിലവിലെ മുഖ്യമന്ത്രി പിണറായി വിജയൻ തന്നെയാണ് പ്രധാനി. അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജനപ്രീതിയും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളുമാണ് ഏറ്റവും വലിയ കരുത്ത്. UDF-നായി കോൺഗ്രസിന്റെ VP അബ്ദുൾ റഷീദ് മത്സരിക്കുന്നു. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരവും സാമ്പത്തിക പ്രതിസന്ധിയുമാണ് അദ്ദേഹം പ്രധാനമായും ഉയർത്തിക്കാട്ടുന്നത്. ND സ്ഥാനാർത്ഥിയായി BJP-യുടെ കെ രഞ്ജിത്തും രംഗത്തുണ്ട്. BJP-ക്ക് ഇവിടെ സംഘടനാപരമായി വലിയ സ്വാധീനമില്ലെങ്കിലും കഴിഞ്ഞ തിരഞ്ഞെടുപ്പുകളിൽ അവർ ഉണ്ടാക്കിയ വോട്ട് വർധനവ് നിലനിർത്തുക എന്നതാകും അവരുടെ ലക്ഷ്യം. ഈ തിരഞ്ഞെടുപ്പിൽ ധർമ്മടത്തെ വോട്ടർമാരെ സ്വാധീനിക്കുന്ന പ്രധാന വിഷയങ്ങൾ ക്ഷേമ പദ്ധതികളും സാമ്പത്തിക പ്രതിസന്ധിയും തമ്മിലുള്ള ഏറ്റുമുട്ടലാണ്. 60 ലക്ഷത്തിലധികം ആളുകൾക്ക് ലഭിക്കുന്ന സാമൂഹ്യ സുരക്ഷാ പെൻഷനുകൾ, ലൈഫ് മിഷൻ വഴിയുള്ള വീടുകൾ, ആർദ്രം മിഷനിലൂടെയുള്ള ആരോഗ്യമേഖലയിലെ മാറ്റങ്ങൾ എന്നിവ LDF ഉയർത്തിക്കാട്ടുന്നു. മറുവശത്ത് സംസ്ഥാനം നേരിടുന്ന കടുത്ത സാമ്പത്തിക പ്രതിസന്ധി, വർദ്ധിച്ചുവരുന്ന കടബാധ്യത, അഭ്യസ്തവിദ്യരായ യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ എന്നിവ UDF പ്രധാന പ്രചാരണ വിഷയമാക്കുന്നു. ക്ഷേമ പെൻഷനുകൾ വിതരണം ചെയ്യുന്നതിലുണ്ടായ കാലതാമസവും ഭരണവിരുദ്ധ വികാരത്തിന് കാരണമാകുന്നുണ്ട്. കഴിഞ്ഞ 3 തിരഞ്ഞെടുപ്പുകളിലെ വോട്ട് ശതമാനം പരിശോധിച്ചാൽ വ്യക്തമായ ചില മാറ്റങ്ങൾ കാണാം. CPIM-ന്റെ വോട്ട് വിഹിതം 2011 53%-ൽ നിന്ന് 2021 59%-ആയി വർദ്ധിച്ചു. അതായത് 10 വർഷത്തിനുള്ളിൽ ഏകദേശം 6.5% വർധനവ്. എന്നാൽ കോൺഗ്രസിന്റെ വോട്ട് ശതമാനം 42-ൽ നിന്ന് 28%-ആയി കൂപ്പുകുത്തി. 13%-ലധികം വോട്ടുകളാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. BJP ആകട്ടെ 3%-ൽ നിന്ന് 9%-ലേക്ക് തങ്ങളുടെ വോട്ട് വിഹിതം ഉയർത്തി. ഉയർന്ന പോളിംഗ് ശതമാനവും ഭരണകക്ഷിയുടെ വോട്ട് വർധനവും സൂചിപ്പിക്കുന്നത് വോട്ടർമാർക്കിടയിൽ ഇടതുപക്ഷത്തിനുള്ള ശക്തമായ അടിത്തറയാണ്. ശക്തമായ കോട്ടയാണെങ്കിലും ഭരണവിരുദ്ധ വികാരമുണ്ടാക്കാൻ സാധ്യതയുള്ള ചില ഘടകങ്ങൾ ധർമ്മടത്തുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം സംസ്ഥാനത്തിന്റെ സാമ്പത്തിക പ്രതിസന്ധിയാണ്. വർദ്ധിച്ചുവരുന്ന കടബാധ്യതയും ക്ഷേമ പദ്ധതികൾ തുടർന്നുകൊണ്ടുപോകാനുള്ള സർക്കാരിന്റെ സാമ്പത്തിക ശേഷിയെക്കുറിച്ചുള്ള ആശങ്കകളും വോട്ടർമാർക്കിടയിലുണ്ട്. വിദ്യാഭ്യാസമുള്ള യുവാക്കൾക്കിടയിലെ തൊഴിലില്ലായ്മ മറ്റൊരു വലിയ പ്രശ്നമാണ്. തൊഴിലവസരങ്ങളുടെ അഭാവം മൂലം യുവാക്കൾ വിദേശത്തേക്ക്, പ്രത്യേകിച്ച് ഗൾഫ് രാജ്യങ്ങളിലേക്ക് കുടിയേറുന്നത് തുടരുകയാണ്. കൂടാതെ വിലക്കയറ്റവും ജീവിതച്ചെലവ് വർദ്ധിക്കുന്നതും സാധാരണക്കാരായ വോട്ടർമാരെ പ്രതികൂലമായി ബാധിക്കുന്നുണ്ട്.
ഭരണവിരുദ്ധ വികാരങ്ങളെ മറികടക്കാൻ പോന്ന ശക്തമായ അനുകൂല ഘടകങ്ങൾ LDFന് ഇവിടെയുണ്ട്. ഒന്നാമതായി, മുഖ്യമന്ത്രി എന്ന നിലയിൽ പിണറായി വിജയനുള്ള വ്യക്തിപരമായ സ്വാധീനവും ജനപ്രീതിയും. നിപ്പ, കോവിഡ് പോലുള്ള പ്രതിസന്ധി ഘട്ടങ്ങളിൽ സർക്കാർ നടത്തിയ മികച്ച പ്രവർത്തനങ്ങൾ ജനങ്ങൾക്കിടയിൽ വലിയ മതിപ്പുണ്ടാക്കിയിട്ടുണ്ട്. രണ്ടാമതായി, താഴെത്തട്ടിൽ വരെയെത്തിയ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ. മൂന്നാമതായി, താഴെത്തട്ടിൽ വരെയെത്തിയ ക്ഷേമ പദ്ധതികളുടെ ഗുണഭോക്താക്കൾ. മൂന്നാമതായി, ധർമ്മടം പോലൊരു മണ്ഡലത്തിൽ CPIMനുള്ള ശക്തമായ സംഘടനാ സംവിധാനം. കൂടാതെ ഇഴവ് സമുദായം പോലെയുള്ള പരമ്പരാഗത വോട്ട് ബാങ്കുകളുടെ അടിയുറച്ച പിന്തുണയും LDFന് വലിയ ആത്മവിശ്വാസം നൽകുന്നു. വിവിധ വോട്ടർ വിഭാഗങ്ങളുടെ നിലപാടുകൾ പരിശോധിക്കുമ്പോൾ വിജയസാധ്യതകൾ ഇങ്ങനെ വിലയിരുത്താം. തൊഴിലില്ലായ്മ നേരിടുന്ന യുവാക്കൾക്കിടയിൽ ഭരണവിരുദ്ധ വികാരമുണ്ടാകാമെങ്കിലും ക്ഷേമപദ്ധതികളുടെ ഗുണഭോക്താക്കളും പരമ്പരാഗത ഇടതുപക്ഷ വോട്ടർമാരും LDFനൊപ്പം ഉറച്ചുനിൽക്കും. മുസ്ലിം വോട്ടർമാരും വലിയൊരു പരിധിവരെ ഇടതുപക്ഷത്തെ പിന്തുണയ്ക്കാനാണ് സാധ്യത. ഞങ്ങളുടെ വിശകലനമനുസരിച്ച് CPMന് ഇവിടെ 75 മുതൽ 80% വരെ വിജയസാധ്യതയുണ്ട്. കോൺഗ്രസിന് 15 മുതൽ 20%വും BJPക്ക് 2 മുതൽ 5% മാത്രമാണ് സാധ്യത കൽപ്പിക്കുന്നത്. ചുരുക്കത്തിൽ 2026 ധർമ്മടം തിരഞ്ഞെടുപ്പിൽ നിലവിലെ MLAയും മുഖ്യമന്ത്രിയുമായ പിണറായി വിജയൻ തന്നെ വിജയം നിലനിർത്താനാണ് ഏറ്റവും കൂടുതൽ സാധ്യത. സാമ്പത്തിക പ്രതിസന്ധിയും തൊഴിലില്ലായ്മയും ഉയർത്തുന്ന ഭരണവിരുദ്ധ വികാരങ്ങളുണ്ടെങ്കിലും സർക്കാരിന്റെ ക്ഷേമ പദ്ധതികളും അദ്ദേഹത്തിന്റെ വ്യക്തിപരമായ ജനപ്രീതിയും ശക്തമായ സംഘടനാ സംവിധാനവും അതിനെ മറികടക്കാൻ പര്യാപ്തമാണ്. എങ്കിലും 2021 ലഭിച്ച 31% എന്ന റെക്കോർഡ് ഭൂരിപക്ഷത്തിൽ നിന്ന് ഇത്തവണ ഭൂരിപക്ഷം 18 മുതൽ 24% വരെയായി കുറഞ്ഞേക്കാം. സാമ്പത്തിക വിഷയങ്ങളിലുള്ള ജനങ്ങളുടെ ആശങ്കകളാകും ഈ ഭൂരിപക്ഷ കുറവിന് കാരണമാവുക. ധർമ്മടം ഒരു ഇടതുപക്ഷ കോട്ടയായി തന്നെ തുടരുമെന്നാണ് ഞങ്ങളുടെ അന്തിമ വിലയിരുത്തൽ. നന്ദി.